വിദ്യാർത്ഥികളെ സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റ് നിർമ്മിച്ച് വിശകലനം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ഇലക്ട്രോഡ്, പൊളാരിറ്റി എന്നിവ സെലക്ട് ചെയ്ത് കറണ്ട് സെറ്റ് ചെയ്യുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ സജ്ജീകരിച്ച് അടുക്കി വയ്ക്കുക. ഒരു സിംഗിൾ പാസിൽ വെൽഡ് പൂർത്തിയാക്കുക. വെൽഡ് വൃത്തിയായി പരിശോധിക്കുക. വെൽഡിംഗ് പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പിൻ ഹാമർ, ബ്ലേഡുള്ള ഹാക്സോ ഫ്രെയിം, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ചിപ്പിംഗ് ഹാമർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PPE കിറ്റ്, 3 mm കനമുള്ള SS പ്ലേറ്റ്, കോപ്പർ കോട്ടഡ് SS ഇലക്ട്രോഡ്, SMAW വെൽഡിംഗ് മെഷീൻ. ഇപ്പോൾ നമുക്ക് പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് SS ഷീറ്റ് 150x50x3 mm മുറിക്കുക. ഫൈലിംഗ് വഴി ചതുരാകൃതിയിലുള്ള അരികുകൾ തയ്യാറാക്കുക. അരികുകളിൽ നിന്ന് ബറുകൾ നീക്കം ചെയ്യുകയും സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് അരികുകൾ വൃത്തിയാക്കുകയും ചെയ്യുക. 3.15 mm ഡയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് തുല്യ ഇടവേളകളിൽ വെൽഡ് ചെയ്യുക. ടാക്ക് വെൽഡിൽ തകരാറുകളുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി വെൽഡിംഗ് നടപടിക്രമം നോക്കാം. വെൽഡിംഗ് ടേബിളിൽ വെൽഡ് ചെയ്ത 3 mm സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ സജ്ജമാക്കുക. ഡിസ്റ്റോർഷനും ബക്ലിങ്ങും കുറയ്ക്കുന്നതിന് ജോയിന്റിനോട് ചേർന്നുള്ള ഷീറ്റുകൾ ഘടിപ്പിക്കുക. മെറ്റൽ സർഫസിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഒരു ഷീറ്റിന്റെ പോളിഷ് ചെയ്ത വശം താഴെ വയ്ക്കണം. ജോബിന്റെ അമിത ചൂട് കുറയ്ക്കുന്നതിന് കറണ്ട് കഴിയുന്നത്ര കുറയ്ക്കുക. ജോയിന്റിന്റെ ഇടതുവശത്തു നിന്ന് വെൽഡിംഗ് ആരംഭിക്കുക. ഷോർട്ട് ആർക്ക് നിലനിർത്തുക. ഇലക്ട്രോഡ് വ്യൂ ചെയ്യരുത്. വെൽഡിന്റെ ദിശയിൽ ഇലക്ട്രോഡിന്റെ ആംഗിൾ 70 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ആയിരിക്കണം. ഷീറ്റ് അരികുകൾ അമിതമായി ചൂടാകുന്ന ഒഴിവാക്കാൻ യൂണിഫോം വെൽഡിംഗ് സ്പീഡ് നിലനിർത്തുക. പ്ലേറ്റിന്റെ വലത്തെ അറ്റത്ത് വെൽഡിംഗ് പൂർത്തിയാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സ്ലാഗ് നീക്കം ചെയ്ത് നന്നായി വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകളുണ്ടോ എന്നറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇനി നമുക്ക് പ്രധാന പോയിന്റുകൾ നോക്കാം. യൂണിഫോം വിട്ട് പരിശോധിക്കുകയും വെൽഡ് പരിശോധിക്കുകയും ചെയ്യുക. വെൽഡിന്റെ രൂപം റിപ്പിൾസിനൊപ്പം മിനുസമാർന്നതായിരിക്കണം. വെൽഡിന്റെ ഫേസ് ചെറുതായി കോൺവെക്സ് ചെയ്യുക. അണ്ടർ കട്ട്, ഓവർലാപ്പ് എന്നിവ ഇല്ലാതെ വെൽഡ് ബീഡിന്റെ എഡ്ജുകൾ നല്ല ഫ്യൂഷനിൽ നിർത്തുക. ചുറ്റുമുള്ള പ്ലേറ്റ്, സർഫസ് ഫാക്ടർ, ആർക്ക് സ്ട്രൈക്ക് എന്നിവയിൽ നിന്ന് മുക്തമായിരിക്കണം. ഇനി ഡിഫക്ട്സുകൾ നോക്കാം. അണ്ടർ കട്ട്, burn out,
എക്സസ് റീഇൻഫോഴ്സ്മെന്റ്. uneven weld bead. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഷീറ്റ് മുറിച്ച് തയ്യാറാക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ സജ്ജീകരിച്ച് അടുക്കുക, സിംഗിൾ പാസിൽ വെൽഡ് പൂർത്തിയാക്കുക, വെൽഡ് വൃത്തിയാക്കി പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.